നമ്മളപ്പോൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓൾറെഡി റൂട്ടിന്റെ അനാറ്റമി വരെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മും അതുപോലെ തന്നെ മോണോകോട്ട് സ്റ്റെമ്മുമാണ്. അവരിൽ എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ് വരുന്നത്, ആ ഫോക്കസ് ഏരിയ പോയിന്റ് അനുസരിച്ച് കുറച്ച് ക്യാപ്സ്യൂൾ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഒരു അനാറ്റമിക്കൽ ഫിഗർ വരച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇതെടുത്ത് നോക്കാം. ഏറ്റവും പുറത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എപ്പിഡെർമിസ് കാണാൻ പറ്റും, എപ്പിഡെർമൽ സെൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന് എന്ത് അറൈസ് ചെയ്യുന്നുണ്ടാവും? ചില അപ്പൻഡേജസ് അറൈസ് ചെയ്യുന്നുണ്ടാവും. അതിനെ നമ്മൾ ട്രൈക്കോംസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെം ഹെയർസ് അഥവാ ട്രൈക്കോംസ് എന്ന് വിളിക്കും. അത് മൾട്ടി സെല്ലുലാർ ആണ്. നമ്മൾ ഓൾറെഡി വാസ്കുലാർ ടിഷ്യൂ എപ്പിഡെർമൽ ടിഷ്യൂ എടുത്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ക്യാൻ സീ വാട്ട്, നിങ്ങൾക്ക് കോർട്ടെക്സ് കാണാൻ പറ്റും, എൻഡോഡെർമിസ് കാണാൻ പറ്റും, എൻഡോഡെർമിസിന്റെ ഉള്ളിലായിട്ട് പെരിസൈക്കിൾ കാണാൻ പറ്റും, ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ് കാണാൻ പറ്റും. ഏറ്റവും ഉള്ളിൽ സെന്ററിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പിത്ത് കാണാൻ പറ്റും. നമ്മൾ റൂട്ടിൽ പഠിച്ച പോലെ തന്നെ എല്ലാ സ്ട്രക്ചേഴ്സും ഇവിടെയുണ്ട്. കണ്ടോ, എപ്പിഡെർമിസ് ഉണ്ട്, അതേപോലെ തന്നെ കോർട്ടെക്സ് ഉണ്ട്, അതേപോലെ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, ആൻഡ് യു ക്യാൻ സീ ഫൈനലി ഒരു പിത്ത് ഉണ്ട്, സെന്ററിലായിട്ട് ഒരു പിത്ത് ഉണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വരുന്നത്? ഈ സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആൻഡ് ഔട്ടർ മോസ്റ്റ് കവറിംഗ് എന്താണ്? എപ്പിഡെർമിസ് ആണ്. ഐ ഹാഡ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ആ എപ്പിഡെർമിസിൽ ക്യൂട്ടിക്കൽ കവറിംഗ് ഉണ്ട്. എന്തിനാ ഈ ക്യൂട്ടിക്കൽ കവറിംഗ് എന്നുള്ളത് ഞാൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ പറഞ്ഞതാണ്. എന്തിനാ? വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ട്രാൻസ്പിരേഷന്റെ സമയത്ത് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യൂട്ടിക്കൽ കവറിംഗ് വരുന്നത്. And we had told that epidermis trichomes ഉണ്ട്. Along with that epidermal tissue system തന്നെ പറഞ്ഞതാണ് stomata കാണാൻ പറ്റും for gaseous exchange. Okay, ഈ trichomes എന്ന് പറയുന്ന stem hairs which are multicellular can be seen on the outer surface, and you can see what stomata which helps in gaseous exchange. And ഈ എപ്പിഡെർമിസിന്റെയും പെരിസൈക്കിളിന്റെയും ഇടയിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾ റൂട്ടിൽ കണ്ട പോലെ തന്നെ കോർട്ടെക്സ് കാണാൻ പറ്റും, കോർട്ടെക്സ് കാണാൻ പറ്റും. Okay, and it consists of, cortex consists of a hypodermis, and it is made up of what? Collenchyma. Hypodermis എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് ഇവിടെ ഈ പറയുന്ന കോർട്ടെക്സിൽ. ഹൈപ്പോഡെർമിസ് അതായത് ഡെർമിസിന് അടിയിൽ. ഓക്കെ, ഡെർമിസിന് മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എപ്പിഡെർമിസ് കാണാൻ പറ്റും. ഹൈപ്പോ മീൻസ് അണ്ടർ. അണ്ടർ ദ ഡെർമിസ് യു ക്യാൻ സീ ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? കൊള്ളൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൊള്ളൻ കൈമ ഒരു സിമ്പിൾ ടിഷ്യൂല് വരുന്നതാണ്. പാരൻ കൈമ, കൊള്ളൻ കൈമ, സ്ക്ലീറൻ കൈമയൊക്കെ. ഈ കൊള്ളൻ കൈമ കൂടുതലും മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു പ്ലാന്റ് ടിഷ്യൂവിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? കൊള്ളൻ കൈമ എന്ന് പറയുന്നത്. സോ ഈ ഹൈപ്പോഡെർമിസ് കൂടുതലും കൊള്ളൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ആൻഡ് ഈ പറയുന്ന കുറച്ച് തിൻ വാൾഡ് പാരൻ കൈമാറ്റസ് സെൽസും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഹൈപ്പോഡെർമിസിന് അടിയിലായിട്ട് കാണാൻ പറ്റും. അതും ഈ കോർട്ടെക്സിന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നതാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കൊള്ളൻ കൈമയും കാണാം, പാരൻ കൈമയും കാണാം. കൊള്ളൻ കൈമയും കാണാം, പാരൻ കൈമയും കാണാം. കൊള്ളൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതിനെ നമ്മൾ ഹൈപ്പോഡെർമിസ് വിളിച്ചു. പിന്നെ കുറച്ച് പാരൻ കൈമാറ്റസ് സെല്ലും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഈ കോർട്ടെക്സിൽ കാണാൻ പറ്റും. സോ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് ഹൈപ്പോഡെർമിസ് ആസ് വെൽ as സം പാരൻ കൈമാറ്റസ് സെൽസ്. ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് ദാറ്റ് എൻഡോഡെർമിസ്. അതായത് കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എന്ത്? എൻഡോഡെർമിസ്. ഇവിടെ എൻഡോഡെർമിസിൽ ഒരു പ്രത്യേകത ഉണ്ട്. എൻഡോഡെർമിസിൽ നിങ്ങൾക്ക് കുറെ സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രെയിൻസ് കാണാൻ പറ്റും. കുറെ മണിമണികൾ കാണാൻ പറ്റും. കുറെ മണിമണി മുത്തുകൾ പോലെ ഇങ്ങനെ സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി ഫോമിങ് എ സ്റ്റാർച്ച് ഷീത്ത്. ഓക്കെ, ഈ എൻഡോഡെർമിസിൽ ഇത് ഇങ്ങനെ എൻഡോഡെർമിസ് സെൽസ് ആണെങ്കിൽ അതിൽ കുറെ സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ സ്റ്റാർച്ച് ഗ്രെയിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി ഫോമിങ് എ സ്റ്റാർച്ച് ഷീത്ത്. ഒരു സ്റ്റാർച്ച് ഷീത്ത് ഫോം ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമ്മൾ റൂട്ടിൽ പഠിച്ച പോലെ തന്നെ എൻഡോഡെർമിസിന് ഉള്ളിലായിട്ട്, അതായത് സെന്ററിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പെരിസൈക്കിൾ. എൻഡോഡെർമിസിന് ഉള്ളിലായിട്ട് നിങ്ങൾക്ക് പെരിസൈക്കിൾ കാണാൻ പറ്റും. പെരിസൈക്കിളിൽ നിന്നായിരിക്കും ലാറ്ററൽ റൂട്ട്സ് അറൈസ് ചെയ്യാൻ നമ്മൾ ഡൈക്കോട്ട് റൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രക്ചർ തന്നെ ഇവിടെയും നമുക്ക് പെരിസൈക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റുന്നത് എന്തായിരിക്കും?
വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ബണ്ടിൽസ് ഏതൊക്കെയാ? സൈലം കാണാൻ പറ്റും, ഫ്ലോയം കാണാൻ പറ്റും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? സൈലം ആൻഡ് ഫ്ലോയം. ആൻഡ് ഇവിടെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സൈലും ഫ്ലോയും റിംഗ് ലൈക്ക് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. കണ്ടോ, ഇങ്ങനെ റിംഗ് പോലെ, ബ്രോക്കൺ റിംഗ് പോലെ ആയിട്ടായിരിക്കും എന്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? സൈലും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സൈലം ആൻഡ് ഫ്ലോയം is arranged in a ring-like fashion. Ring-like fashion. അത് ഓർത്തു വെക്കണം കേട്ടോ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ സൈലം ആൻഡ് ഫ്ലോയം will be arranged in a ring-like fashion. Okay. അത് മാത്രമല്ല, we had told that ഇതൊരു ഡൈക്കോട്ട് ആണ്, റൈറ്റ്? ഡൈക്കോട്ടിൽ എന്തുണ്ട്? സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അതായത് തിക്കനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലാറ്ററൽ തിക്കനിങ് കാണാൻ പറ്റും. സോ ദാറ്റ് എന്ത് വേണം? ക്യാമ്പിയം വേണം. ഓക്കെ, ക്യാമ്പിയം ഇസ് പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ എന്ത് കാണാൻ പറ്റും? ക്യാമ്പിയം കാണാൻ പറ്റും. ക്യാമ്പിയം ക്യാൻ ബി സീൻ. ഓക്കെ, അതേപോലെ തന്നെ യു ക്യാൻ സീ, അതായത് ഫ്ലോയത്തിന്റെ ഔട്ടർ പാർട്ടിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ക്ലീറൻ കൈമാറ്റസ് ടിഷ്യൂ കാണാൻ പറ്റും. ഫ്ലോയത്തിന്റെ ഔട്ടർ പാർട്ടിലായിട്ട്. ഇതാണ് ഫ്ലോയം എങ്കിൽ, ഓക്കെ, ഫ്ലോയം എടുക്കുവാണെങ്കിൽ ഫ്ലോയത്തിന്റെ ഔട്ടർ പാർട്സിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കുറച്ച് സ്ക്ലീറൻ കൈമാറ്റസ് ടിഷ്യൂ, അതായത് കുറച്ച് ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ? ഫ്ലോയത്തിന് പുറത്തായിട്ട്. ഫ്ലോയത്തിന് പുറത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ക്ലീറൻ കൈമ കാണാൻ പറ്റും. ആൻഡ് വാസ്കുലാർ ബണ്ടിലിന്റെ പ്രത്യേകത എന്താ? ദേ ആർ കൺജോയിന്റ് ആണ്. കൺജോയിന്റ് ആണ്, അതായത് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. സൈലും ഫ്ലോയും ഇങ്ങനെ, സൈലും ഫ്ലോയും ഒരു റേഡിയസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കൺജോയിന്റ് ആണ്, ഓപ്പൺ ആണ്. ദാറ്റ് ഇസ് ക്യാമ്പിയം ഇസ് പ്രസന്റ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. ആൻഡ് എൻടാർക്ക് അറേഞ്ച്മെന്റ് ആണ്. എൻടാർക്ക് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പിത്ത്. സെന്ററിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും പ്രോട്ടോസൈലം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന സൈലത്തിനെയാണ് നമ്മൾ പ്രോട്ടോസൈലം എന്ന് വിളിക്കുക. അത് സെന്ററിലോട്ട് ഫേസ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. മെറ്റാസൈലം ടുവേർഡ്സ് ദ പെരിഫറി. അങ്ങനെ ആയിരിക്കും ഇവിടെ എന്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. കൺജോയിന്റ്, ഓപ്പൺ ആൻഡ് എൻടാർക്ക്. ആൻഡ് യു ക്യാൻ സീ പിത്ത് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പിത്ത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പറയാനുള്ളത്. ആൻഡ് ഹൗ ഇറ്റ് ഡിഫേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് മോണോകോട്ട് സ്റ്റെം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് മോണോകോട്ട് സ്റ്റെം ഉണ്ടാവുക. ഇതാണ് മോണോകോട്ട് സ്റ്റെം. സോ മോണോകോട്ട് സ്റ്റെമും ഡൈക്കോട്ട് സ്റ്റെമും തമ്മിൽ എന്താണ് വ്യത്യാസം? നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, റൈറ്റ്? ഒരുപാട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. സോ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. ഇനി ഹൈപ്പോഡെർമിസ് എടുക്കുവാണെങ്കിൽ അവിടെ ഹൈപ്പോഡെർമിസ് കൊള്ളൻ കൈമാറ്റസ് ആയിരുന്നു. ഇവിടെ ഹൈപ്പോഡെർമിസ് എന്താണ്? സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. വാസ്കുലാർ ബണ്ടിൽസ് ഇവിടെ സ്കാറ്റേർഡ് ആണ്, ന്യൂമറസ് ഇൻ നമ്പർ ഉണ്ട് എന്ന് കണ്ടു. അതേപോലെ തന്നെ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇനി നമുക്ക് വിസിബിൾ അല്ലാതെ വേറെ എന്തൊക്കെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്ക്ലീറൻ കൈമാറ്റസ്, ഹൈപ്പോഡെർമിസ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് അവിടുത്തെ ബണ്ടിൽസ്, വാസ്കുലാർ ബണ്ടിലിന്റെ മുകളിലുള്ള ഒരു ബണ്ടിൽ ഷീത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. ബണ്ടിൽ ഷീത്ത് എന്ന് പറഞ്ഞിട്ട് വാസ്കുലാർ ബണ്ടിലിന്റെ മുകളിൽ ഒരു ഷീത്ത് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ബണ്ടിൽ ഷീത്ത് സ്ക്ലീറൻ കൈമാറ്റസ് ആയിരിക്കും. ദിസ് ബണ്ടിൽ ഷീത്ത് വിൽ ബി സ്ക്ലീറൻ കൈമാറ്റസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതെന്താണ്? മോണോകോട്ട് ആണ്. മോണോകോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് എഴുതാൻ പറ്റും എന്താണ്? ക്യാമ്പിയം ഇല്ല. ക്യാമ്പിയം ഇല്ലെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. ദാറ്റ് മീൻസ് vascular bundles will be closed ആണ്. Okay, closed ആണ്. It will not allow what? Secondary growth. Secondary growth allow ചെയ്യുന്നില്ല. Conjoined തന്നെയാണ്. ഓക്കെ, സ്റ്റെമ്മില് കൺജോയിന്റ് അറേഞ്ച്മെന്റ് ആണ്. റേഡിയൽ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? റൂട്ടിലാണ്. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റേഡിയയിൽ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിം റേഡിയയിലാണ് എന്തിരിക്കുന്നത്? റേഡിയയിലാണ് എന്തിരിക്കുന്നത്? വാസ്കുലാർ ബണ്ടിൽസ് ഇരിക്കുന്നത്. ആ ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കൺജോയിന്റ് ആണ്, ക്ലോസ്ഡ് ആണ്, അത് ഓർക്കണം. ആൻഡ് യു ക്യാൻ സി പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും കമ്പയർ ടു ദ സെൻട്രലി ലൊക്കേറ്റഡ്. ആൻഡ് ഫ്ലോയം പാരൻകൈമ ആബ്സെന്റ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലോയം പാരൻകൈമ ഈസ് പ്രസന്റ് ഇൻ ഡൈക്കോട്ട് ബട്ട് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ മോണോകോട്ട്സ്. മോണോകോട്ട്സിൽ ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്ന കോമ്പോണന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ക്യാമ്പിയം ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി അലോയിങ് സെക്കൻഡറി ഗ്രോത്ത്. ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ് എഴുതാൻ പറ്റും. ആൻഡ് യു ക്യാൻ റൈറ്റ് കൺജോയിന്റ് ആണ്. ആൻഡ് പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് കുറച്ചുകൂടെ വലുതായിരിക്കും. ഓക്കെ,
ആൻഡ് ചില വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലായിട്ട്. കണ്ടോ, ഇങ്ങനെ കുറച്ച് ക്യാവിറ്റീസ് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലായിട്ട് വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള കുറച്ച് ക്യാവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ടർ ഫിൽഡ് ക്യാവിറ്റീസ്. ഓക്കെ, വാട്ടർ ക്യാവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലായിട്ട്. അതും ഒരു പെക്യുലിയാരിറ്റി ആണ് ആരുടെ? മോണോകോട്ട് സ്റ്റെമ്മിന്റെ. ഓക്കെ, കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. സോ ഡിഫറൻസസ് എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. സോ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ മോണോകോട്ട് സ്റ്റെമ്മിന്റെ കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഐ തിങ്ക് ദിസ് ടോപ്പിക് ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് ദർ ഇസ് എനി ഡൗട്ട്, feel free to ask that in comment box with another wonderful topic of നമ്മുടെ focus area. I'll be coming right back in the next session. Till then, thank you.